ചെറിയൊരു സപ്പോർട്ട് നമുക്ക് വീട്ടിൽ നിന്നും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എത്രയും ബെസ്റ്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അവര് കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ കാര്യമായിക്കോട്ടെ, ടി വി കാണാറുണ്ട് ഒരു എക്സ്റ്റെൻഡ് വരെയൊക്കെ. ബട്ട് കുറച്ചുകൂടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ കൂടിയത് സ്കൂളിൽ വന്നതിന് ശേഷമാണെന്നൊരു എനിക്കൊരു തച്ചൊരു തോട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ എല്ലാം കൊണ്ടും ഉഷാറാണ്. അങ്ങനെയാണെന്നല്ല, കാരണം സ്കൂളിൽ വീട്ടിലത്തെ കാര്യങ്ങളും അല്ല, സ്കൂളിലാകുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ പിയർ ഗ്രൂപ്പ്സിൻ്റെ അടുത്തും ടീച്ചേഴ്സിൻ്റെ അടുത്തും എല്ലാവർക്കും നമ്മൾ പഠിക്കുക, ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യുക ചെയ്യുന്നത്. ഇപ്പോൾ മാം പറഞ്ഞ ഷൂ വെക്കുന്നത് നമ്മൾ വീട്ടിലാകുമ്പോൾ മേ ബി ഇങ്ങനെ ലയിക്കും. ഇപ്പോൾ അവിടെ ഷൂ കറക്റ്റ് അവർക്ക് അറിയാം, അവരുടെ ബാഗ് എവിടെ വെക്കേണ്ടത്, ഷൂ എങ്ങനെ വെക്കേണ്ടത്, ക്ലാസ്സിൽ എങ്ങനെ ഇരിക്കേണ്ടത്, ഇങ്ങനെയാണെന്നൊക്കെ. മീൻസൊക്കെ ഫസ്റ്റ് വന്നപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു, ക്ലാസ്സിൽ എങ്ങനെ ഇരിക്കേണ്ടത്. അപ്പം അതിൻ്റെ ബാൻഡ് പോയിരുന്നു. അതിനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പം എത്രയോ മാറ്റമുള്ളത്. അവർക്ക് തന്നെ ക്ലാസ്സിൽ ഇരുന്ന് ആൻസർ പറയാനുള്ള എങ്ങനെയാണ്. ഇപ്പോൾ ചെറിയൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബേസാണ് ഈ ഒരു ടൈം LKG യിലേക്ക് മുന്നേ വരുന്നതിൻ്റെ കറക്റ്റ് ബേസാണ് ഈ അക്കാഡമിക്കിൽ കിട്ടുന്നത്. അപ്പം ഈ ഒരു ഫൗണ്ടേഷൻ നമ്മൾ സ്ട്രോങ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേ വേണ്ട. കാരണം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് നമുക്ക് റീഡിങ്ങും റൈറ്റിങ്ങും ഒന്നും പേടിക്കേണ്ട, അവർ ബേസിക് ക്ലിയർ ആയി കഴിഞ്ഞു. അപ്പോൾ മാക്സിമം ഈ ടൈമിൽ നമുക്ക് നല്ലോണം ശ്രദ്ധിക്കാൻ നോക്കുക എങ്ങനെയാണ്.